എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളിക്കും മേവറത്തിനും ഇടയ്ക്കായി നടക്കുന്ന നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളിക്കും മേവറത്തിന് ഇടയ്ക്കായി ഇപ്പോൾ വർക്ക് നടക്കുന്ന മെയിൻ സ്പോട്ടുകളും എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ ആരംഭിക്കുന്നത് പാരിപ്പള്ളി കഴിഞ്ഞ് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയ്ക്ക് മുന്നേയാണ്. കല്ലുവാതുക്കൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടോൾ പ്ലാസയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വ്യത്യസ്ത വലിപ്പമുള്ള 5 ഓപ്പണിങ്ങുകളാണ് ടോൾ പ്ലാസയിൽ വരുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫാസ്ടാഗ് ആയിരിക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ചെറിയ ക്യാബിനാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടോൾ പ്ലാസയിൽ ഇലക്ട്രിക്കൽ കേബിളിംഗ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഇത് ആദ്യത്തെയും രണ്ടാമത്തെയും ടോൾ പ്ലാസയുടെ ഇടയ്ക്ക് വരുന്ന ഭാഗമാണ്. ഇവിടെ റോഡിൻ്റെ 2 സൈഡിലും ടോയ്ലറ്റ് ബ്ലോക്കും യൂട്ടിലിറ്റി ബിൽഡിങ്ങുകളും നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യം കാണുന്ന ഈ ഒരു ബിൽഡിങ് ടോയ്ലറ്റ് ബ്ലോക്കും, രണ്ടാമതായി വരുന്നത് ഒരു കഫ്തീരിയയ്ക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു ഏരിയയുമാണ്. ഇതുപോലെ തന്നെയാണ് റോഡിൻ്റെ മറു സൈഡിലും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് പുതുതായി ഒരു ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡ്രെയിനേജിൻ്റെ ഭാഗം കഴിഞ്ഞ് കർബ് സ്റ്റോണുകൾ പാകിയിരിക്കുന്നതായി കാണാം. ഉൾഭാഗത്ത് ഇനി ഇൻ്റർലോക്കുകൾ വിരിക്കേണ്ടതുണ്ട്. ഇത് രണ്ടാമത്തെ ടോൾ പ്ലാസയാണ്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വരുന്ന ടോൾ ഗേറ്റാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊക്കെ മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ ടോൾ പ്ലാസയുടെ ഉൾഭാഗത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നേരെ കാണുന്നത് കല്ലുവാതുക്കൽ ഭാഗമാണ്. ടോൾ ഗേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ നേരെ കല്ലുവാതുക്കൽ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. ടോൾ ഗേറ്റ് വരുന്ന ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ടോൾ കൊടുത്ത് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇപ്പുറത്തേക്ക് പോകാൻ കഴിയുക. ഇപ്പോൾ കാണുന്നത് കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷൻ ഭാഗമാണ്. ഇവിടെയാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ശിവാലയ കമ്പനി നിർമ്മാണം ആരംഭിച്ച സമയത്ത് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നിർമ്മിച്ചിരുന്നത് ക്രാഷ് ബാരിയറുകൾ സർവീസ് റോഡിലേക്ക് തള്ളി വരുന്ന രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിലൊക്കെ സ്പ്രിംഗ് പോസ്റ്റുകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നതായി കണ്ടത്. ഇപ്പോൾ കാണുന്നത് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി വരുന്ന എക്സിറ്റ് പോയിൻ്റാണ്. ഇത് മുന്നേ നിർമ്മിച്ച എക്സിറ്റ് പോയിൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ക്രാഷ് ബാരിയറുകൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ആദ്യം നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ ഒരു ഭാഗമാണ് കാരങ്കോട്. നേരെ കാണുന്നത് ശീമാട്ടിയിലെ അടിപ്പാതയുടെ ഭാഗമാണ്. ഇപ്പോൾ കാണുന്നത് ശീമാട്ടിക്കും ഊറാംവിളയ്ക്കും ഇടയ്ക്കായി വരുന്ന എൻട്രി പോയിൻ്റാണ്. ഇവിടെ 2 സൈഡിലെയും ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇടയ്ക്കായുള്ള ഭാഗത്ത് ഇനി സ്പ്രിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കുമായിരിക്കും. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ലൈൻ മാർക്കിംഗ് ചെയ്യാനായി ബാക്കിയുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് യെല്ലോ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇത് ചാത്തന്നൂരിന് തൊട്ട് മുന്നേയുള്ള എക്സിറ്റ് പോയിൻ്റാണ്. ഇവിടെയും ഇനി സ്പ്രിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്.
ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എൻട്രി പോയിൻറ്റും വരുന്നത്. തിരിച്ച് വരുമ്പോൾ മറു സൈഡിലുള്ള എൻട്രി എക്സിറ്റ് പോയിൻ്റ് കൂടി കാണിക്കാം. ഇപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലാണ്. പാരിപ്പള്ളിയിലെയും കൊട്ടിയത്തെയും ഫ്ലൈ ഓവർ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ കംപ്ലൈൻറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്ത് തള്ളി നിന്നിരുന്ന കുറച്ച് ആറിവാൾ പാനലുകളൊക്കെ റീവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തെ കാഴ്ചയാണ്. ഇനി കുറച്ച് ഭാഗത്ത് കൂടി ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ രണ്ടാമത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് കാൽനട യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചാത്തന്നൂർ അടിപ്പാത കഴിഞ്ഞ് തിരുമുക്ക് അണ്ടർപാസ് എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗമാണ്. ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയും എൻട്രി പോയിൻ്റ് വരുന്ന ഭാഗത്ത് സ്പ്രിംഗ് പോസ്റ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. തിരുമുക്ക് അടിപ്പാതയുടെ മുകൾ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് വർക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് തിരുമുക്ക് അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. അടിപ്പാത കഴിഞ്ഞ് ഇത്തിക്കര പാലത്തിന് മുന്നേ ഉള്ള കുറച്ച് ഭാഗത്ത് ഇനി മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടാത്തത്. ഇത് തിരുമുക്കിനും ഇത്തിക്കര പാലത്തിന് ഇടയ്ക്കായി വരുന്ന ഭാഗമാണ്. ഇവിടെ വലത് സൈഡിലുള്ള സർവീസ് റോഡ് ആ ഒരു കുന്നിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതുവഴിയാണ് കടത്തിവിടുന്നത്. ആ ഒരു ഭാഗത്തെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. തിരുമുക്കിനും ഇത്തിക്കര പാലത്തിനും ഇടയ്ക്കായി ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ പകുതി ഭാഗത്തെ വർക്ക് നടന്നിട്ടുണ്ട്. ഈ മഞ്ഞ കറുപ്പ് പെയിൻ്റ് അടിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് മെയിൻ റോഡ് വരുന്ന ഭാഗമാണ്. രണ്ട് സൈഡിലെയും ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതായി കാണാം. ഇപ്പോൾ ഇടയ്ക്കായി വരുന്ന ക്രാഷ് ബാരിയറിന് വേണ്ടിയുള്ള വർക്കാണ് പുരോഗമിക്കുന്നത്. അവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സ്ട്രെച്ചർ ഇവിടെ സ്ഥാപിച്ച് അതിൻ്റെ മുകളിലായി കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ തെക്ക് ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മണ്ണൊക്കെ നിരത്തി വരികയാണ്. രണ്ട് സൈഡിലും റീറ്റെയിനിങ് വാളുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഹൈറ്റിൽ മണ്ണ് ഉയർത്തിയിട്ട് വേണം ഇവിടെ മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കേണ്ടത്. ഇത്തിക്കര പാലത്തിൻ്റെ വടക്ക് സൈഡിലെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് ഇത്തിക്കര പാലം കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു അടിപ്പാതയാണ്. മെയിനായും കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. പാലം വളരെ താഴ്ത്തി നിർമ്മിച്ചത് കൊണ്ട് ഇവിടെ നിർമ്മിച്ച അടിപ്പാതയ്ക്കും ഹൈറ്റ് വളരെ കുറവാണ്. അടിപ്പാതയുടെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ മണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ മുകൾ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടത്തുമായിരിക്കും. ഇത് അടിപ്പാതയുടെ താഴ്വശത്ത് നിന്നുള്ള കാഴ്ചയാണ്. ഹൈറ്റ് തീരെ കുറവാണ്. ഏകദേശം 1.5-2 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. വീതി കുറച്ചുകൂടി ഉണ്ട്. 3 മീറ്ററോളം വീതി വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് മൈലക്കാട് അടിപ്പാതയുടെ തെക്ക് സൈഡിലെ കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്ത് ഇനി കുറച്ചുകൂടി ടാറിംഗ് വർക്ക് നടക്കേണ്ടതുണ്ട്.
ഇപ്പോഴുള്ള റിപ്പോർട്ട് അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത കഴിഞ്ഞ് കൊട്ടിയം ഡയറക്ഷനിലേക്കാണ് പുതിയ സ്പാനുകൾ നിർമ്മിക്കുന്നത്. മൈലക്കാട് പൈലിംഗ് പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസൊക്കെ എത്തിച്ചിട്ടുണ്ട്. പൈലിംഗ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത കഴിഞ്ഞ് കൊട്ടിയം ഡയറക്ഷനിലേക്ക് ഏകദേശം 120ഓളം മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇനി പുതുതായി നിർമ്മിക്കേണ്ടത്. ഒരു സ്പാന് ഏകദേശം 30 മീറ്ററോളം വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി പുതുതായി 4 സ്പാനുകളായിരിക്കും നിർമ്മിക്കുക. പഴയ ഒരു സ്പാനും കൂടി കൂട്ടി മൊത്തം 5 സ്പാനായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ നേരെ കാണുന്ന ആ മണ്ണ് നീക്കം ചെയ്ത ഭാഗം വരെ ആയിരിക്കും ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഇപ്പോൾ ആ ഭാഗത്ത് പുതുതായി ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ ആയിരിക്കും അത് വരാൻ സാധ്യത. ശിവാലയ കമ്പനിക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ വർക്കിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ടും കമ്പനി തന്നെയാണ് ചിലവാക്കേണ്ടത്. മേവറത്തും കടവൂരും പുതുതായി വയാഡക്റ്റുകൾ വരുന്നുണ്ട്. അതിനായി ഏകദേശം 90 കോടി രൂപ അധികമായി വരുന്നുണ്ട്. ഇപ്പോൾ കൊട്ടിയത്തെ ഫ്ലൈ ഓവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലേക്ക് കടത്തിവിടുന്നത്. മൈലക്കാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ ഇതുവഴിയായിരിക്കും കൊട്ടിയം ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിക്കുക. ഇത് കൊട്ടിയം എത്തുന്നതിന് മുന്നേ ഉള്ള എക്സിറ്റ് പോയിൻ്റാണ്. സിതാര ജംഗ്ഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും പഴയ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തിയാണ്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ഗാൻട്രി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രെച്ചർ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നതായി കാണാം. ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ ലൈൻ മാർക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗമാണ്. ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിനോട് ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് വേസ്റ്റുകളും ഇൻ്റർലോക്ക് പീസുകളൊക്കെ കിടക്കുന്നുണ്ട്. 2 വീലർ യാത്രക്കാർ സൂക്ഷിച്ച് ഇതുവഴി യാത്ര ചെയ്യണം. കൊട്ടിയം പറക്കുളം കഴിഞ്ഞ് ഉമയനെല്ലൂർ എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇനി സ്പ്രിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. ഉമയനെല്ലൂരിലെ അടിപ്പാത വളരെ മുന്നേ തന്നെ തുറന്നു കൊടുത്തിരുന്നു. ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഒരു എൻട്രി പോയിൻ്റ് വരുന്ന ഭാഗത്തൊക്കെ ഇനി ലൈൻ മാർക്കിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ കാണുന്നത് മേവറം എത്തുന്നതിന് മുന്നേ ഉള്ള എക്സിറ്റ് പോയിൻ്റാണ്. കൊല്ലം ടൗണിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇവിടെയും ഇനി സ്പ്രിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കാണുന്നത് മേവറത്ത് നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയുടെ 2 സൈഡിലുമായിട്ടാണ് പുതുതായി ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. 2 വശത്തേക്കും 80 മീറ്റർ നീളത്തിലാണ് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക. ഇവിടെയും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 5 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവർ വരാനാണ് സാധ്യത. നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ ആറിവാൾ പാനലുകളൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ്. 2 സൈഡിലെയും ആറിവാൾ പാനലുകൾ പൊളിച്ചു മാറ്റി അവിടെ നിന്നും മണ്ണ് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമാണ് പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങുക. കടവൂർ ഭാഗത്ത് 440 മീറ്റർ നീളത്തിലുള്ള പുതിയ ഫ്ലൈ ഓവറാണ് ഇപ്പോൾ കാണുന്നത്. മേവറം കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു എൻട്രി പോയിൻ്റാണ്. ഇത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്.
കൊല്ലം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ മേവറത്തെ അടിപ്പാതയിലൂടെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ ഒരു എൻട്രി പോയിൻ്റ് വഴിയാണ്. ഈ ഒരു എൻട്രി പോയിൻ്റ് കഴിഞ്ഞ് ഉടൻ തന്നെയാണ് എക്സിറ്റ് പോയിൻറ്റും വരുന്നത്. ഉമയനല്ലൂർ എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗമാണ്. ഇതും മുന്നേ നിർമ്മിച്ച മോഡലിലുള്ള എക്സിറ്റ് പോയിൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊട്ടിയം എത്തുന്നതിന് മുന്നേ ഉള്ള എക്സിറ്റ് പോയിൻ്റാണ്. ഇതും പുതുതായി നിർമ്മിച്ച എക്സിറ്റ് പോയിൻ്റ് ആയതിനാൽ ഇവിടെയും സ്പ്രിംഗ് പോസ്റ്റുകൾ ഇനി സ്ഥാപിക്കാനായിട്ടുണ്ട്. കൊട്ടിയം കഴിഞ്ഞാൽ പിന്നെ സിതാര ജംഗ്ഷനിലാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. കൊട്ടിയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു എൻട്രി പോയിൻ്റ് വഴിയാണ് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടത്. മൈലക്കാടിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഈ ഒരു എൻട്രി പോയിൻ്റ് വഴി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായി ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് പോയിൻ്റ് മൈലക്കാട് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ഗർഡറുകളുടെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ പ്രാരംഭഘട്ടത്തിലാണ്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സ്റ്റീൽ വർക്കുകളാണ് നടക്കുന്നത്. മൈലക്കാട് ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ പുതുതായി കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പഴയ കൾവർട്ട് പൂർണ്ണമായും നശിച്ചു പോയിരുന്നു. ഇപ്പോൾ കാണുന്നത് മൈലക്കാടിന് ശേഷം ഇത്തിക്കര പാലം കഴിഞ്ഞ് തിരുമുക്ക് അടിപ്പാത എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗമാണ്. ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുണ്ട്. സ്പ്രിംഗ് പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ കാണുന്നത് തിരുമുക്ക് അടിപ്പാതയ്ക്കും ചാത്തന്നൂരിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെയും ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ചാത്തന്നൂർ ഭാഗത്തൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ കഴിഞ്ഞിട്ടുള്ള എൻട്രി പോയിൻറ്റിൻ്റെ ഭാഗത്താണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗം വിട്ടിരിക്കുന്നതായി കാണാം. സ്പ്രിംഗ് പോസ്റ്റുകളൊന്നും സ്ഥാപിച്ചു തുടങ്ങിയിട്ടില്ല. ചാത്തന്നൂർ കഴിഞ്ഞാൽ സീമാട്ടി എത്തുന്നതിന് തൊട്ടു മുന്നേ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ഇത് നേരത്തെ നിർമ്മിച്ച മോഡലാണ്. ഈ ഭാഗത്ത് റോഡിൻ്റെ ലൈൻ മാർക്കിങ്ങുകളുമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് കാരങ്കോട് സ്പിന്നി മില്ലിൻ്റെ സൈഡിലായി വരുന്ന എൻട്രി പോയിൻ്റാണ്. എൻട്രി പോയിൻ്റ് നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ആദ്യ ഭാഗത്തെ ക്രാഷ് ബാരിയറുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതായി കാണാം. മറ്റു ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. ചിലപ്പോൾ അവിടെ ഇനി ഇത് കലുവാതുക്കൽ എത്തുന്നതിന് തൊട്ട് മുന്നേ പാറയിൽ ജംഗ്ഷനിൽ വരുന്ന എക്സിറ്റ് പോയിൻ്റാണ്. ഇവിടെയും ഇനി സ്പ്രിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കാനായി ബാക്കിയുണ്ട്. ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാരിപ്പള്ളിയിലേക്ക് രണ്ട് രീതിയിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. സർവീസ് റോഡിലേക്ക് നേരെ എക്സിറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായി എക്സിറ്റ് പോയിൻ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന എക്സിറ്റ് പോയിൻ്റാണ്. അപ്പോൾ പാരിപ്പള്ളിയിൽ പോകുന്നവർക്ക് ഈ ഒരു രണ്ട് വഴിയും എക്സിറ്റ് എടുക്കാവുന്നതാണ്. ഇത് പാരിപ്പള്ളി കഴിഞ്ഞ് മുക്കട അടിപ്പാതയ്ക്ക് ശേഷമുള്ള എൻട്രി പോയിൻ്റാണ്. ഇവിടെ സ്പ്രിംഗ് പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കടമ്പാട്ടുകോണത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള എക്സിറ്റ് പോയിൻ്റാണ്. ഇത് വളരെ മുന്നേ തന്നെ നിർമ്മിച്ചതാണ്, പഴയ മോഡലിലുള്ളത്. മറ്റ് ഭാഗത്തെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.